നമസ്കാരം, ഞാൻ ശക്തി. സജ്ജനങ്ങളുമായിട്ട് നമ്മളിത് ചർച്ച ചെയ്യുന്ന വിഷയം ചതയം നക്ഷത്രജാതരെ സംബന്ധിക്കുന്നതാണ്. ചതയം നക്ഷത്രജാതരുടെ സ്വഭാവ സവിശേഷതകളെയും ദശാഫല അപകാര ഫല അനുഭവ സാധ്യതകളെയും സംബന്ധിച്ച് നമ്മുടെ ചാനലായ ഓം ചിന്താമണി എന്ന ചാനലിലും ജ്യോതിഷകൽപ്പം എന്ന ചാനലിലുമൊക്കെ നമ്മൾ ഒന്നിലധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ചതയം നക്ഷത്രജാതരുടെ അല്ലെങ്കിൽ ഓരോ നക്ഷത്രജാതരുടെയും ഓരോരോ വിഭാഗത്തെ വേർതിരിച്ചുകൊണ്ടുള്ള ഫല രീതികൾ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പം അത്തരത്തിലുള്ള ഫലങ്ങൾ പറയണമെന്നുള്ള നമ്മളുടെ ചാനലിൻ്റെ നിത്യ പ്രേക്ഷകരായിട്ടുള്ള സജ്ജനങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോ ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ഇന്നിവിടെ പറയുന്നത് ചതയം നക്ഷത്രജാതരുടെ നക്ഷത്രഗണം അസുരഗണമാണ്. ഇപ്പം ഓരോ നക്ഷത്രത്തിനും ഗണമുണ്ട്, യോനിയുണ്ട്, ഭൂതമുണ്ട്, മൃഗമുണ്ട്, പക്ഷിയുണ്ട്, വൃക്ഷമുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഘടകങ്ങൾ മഹർഷീശ്വരന്മാർ നക്ഷത്ര വിവരണങ്ങൾ ചേർത്തിരിക്കുന്നത് വെറുതെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടല്ല. അതിൻ്റെ അകത്തൊക്കെ ഒരു സാരാംശം അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ ചില കണ്ടൻറ്റുകൾ ഒളിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു നക്ഷത്രവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന ഗണമായാലും യോനിയായാലും ഭൂതമായാലും മൃഗമായാലും പക്ഷിയായാലും വൃക്ഷമായാലും അവയുടെയൊക്കെ സ്വാധീനം അതാത് നക്ഷത്ര ജാതരിൽ ഉണ്ട് എന്നുള്ളത് സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാം. ഇനിയിപ്പം ചതയ നക്ഷത്രജാതരുടെ ഗണത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പം അസുരഗണത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് ചതയം. അതുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള സ്വാധീനങ്ങളായിരിക്കും ചതയം നക്ഷത്ര ജാതരിൽ ഉണ്ടാകാനിടയുണ്ട്. അസുരഗണം എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ വിചാരിക്കുന്നത് ദേവന്മാരെ എന്ന് പറയുന്ന നന്മയുടെ പ്രതീകങ്ങളും അസുരന്മാർ എന്ന് പറയുന്ന തിന്മയുടെ പ്രതീകങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കഥയാണ് നമ്മൾ വായിച്ചു പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അസുരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യവും മാംസവും ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് ദേവന്മാർക്ക് അഹിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ദേവന്മാരെയൊക്കെ യുദ്ധത്തിൽ വെല്ലുവിളിച്ചൊക്കെ നടക്കുന്ന ഒരു കൂട്ടരുടെ വിഭാഗത്തിൽപ്പെടുന്നവരാണോ ഞങ്ങളെന്ന് ഒരുപക്ഷെ നക്ഷത്രജാതരെ സംബന്ധിച്ചുള്ള ആശങ്ക വരാം. അങ്ങനെയല്ല അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. ആസുരീയമായിട്ടുള്ള ഗണത്തിൽ പെടുന്ന നക്ഷത്രം എന്ന് പറയുമ്പോൾ അതിന് ഒന്നിലധികം വ്യാഖ്യാനങ്ങളും വിവർത്തനങ്ങളും ഉണ്ട്. പലതരത്തിൽ പലരും അതിനെ പല ആചാര്യന്മാരും പല പണ്ഡിതന്മാരും ആ അസുരഗണത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതിനെ സംബന്ധിച്ച് വിവിധ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ശാക്തേയ സിദ്ധാന്ത പ്രകാരമുള്ള ഒരു അഭിപ്രായത്തിൻ്റെ പ്രാധാന്യം കൊടുത്താൽ അസുരഗണത്തിൽപ്പെട്ട ചതയ നക്ഷത്രജാതരെ സംബന്ധിച്ച് അവർക്ക് ഒരു ആസുരീയമായിട്ടുള്ള മൂടുപടം സമൂഹം ചാർത്തി കൊടുക്കാനിടയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇച്ചിരി പ്രശ്നക്കാരാണ്, അവർ അത്ര പാപങ്ങളല്ല എന്ന് പറയുന്ന തരത്തിൽ ഒരു മൂടുപടം ഇവർ സ്വയം എടുത്തണിയാറുണ്ട്, അല്ലെങ്കിൽ സമൂഹം ഇവർക്ക് ചാർത്തി കൊടുക്കാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇത്? ഇവരുടെ സ്വഭാവ സവിശേഷതയിൽ വരുന്ന ഒരു കാര്യം, ഇവരുടെ ബാല്യ കൗമാര കാലഘട്ടങ്ങളിലാണെങ്കിൽ പോലും മാംസഭക്ഷണങ്ങളോട് പ്രിയമുള്ളവരായിരിക്കും. നമ്മളുടെ വേദശാസ്ത്ര ജ്യോതിശാസ്ത്ര പ്രകാരം മാംസം ഭക്ഷിക്കുന്നത് മനുഷ്യന് നിഷിദ്ധമാണ്. ഈ ജ്യോതിഷമൊക്കെ രൂപകൽപ്പന ചെയ്ത കാലഘട്ടത്തിൽ മാംസം ഭക്ഷിക്കുന്ന തരത്തിലല്ല മനുഷ്യൻ്റെ പല്ലുകൾ പ്രകൃതി നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഭക്ഷിക്കരുതെന്നൊരു നിയമം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ് ജ്യോതിശാസ്ത്രം. അതുകൊണ്ട് ഈ ആളുകളെ സംബന്ധിച്ച്, ഈ നക്ഷത്രജാതരെ സംബന്ധിച്ച്, അസുരഗണ നക്ഷത്രജാതരെ സംബന്ധിച്ച് അവരുടെ ബാല്യത്തിലും കൗമാരത്തിലും എങ്കിലും മാംസഭക്ഷണത്തോട് ശീലമുള്ളവരായിരിക്കും, അത് താല്പര്യമുള്ളവരായിരിക്കും. അതുപോലെ തന്നെ ലഹരി വസ്തുക്കളോട് പ്രിയമുള്ളവരായിരിക്കും. ലഹരി വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ചതയ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീജനങ്ങളാണെങ്കിൽ അവരെല്ലാം മദ്യപിക്കുമെന്നല്ല അർത്ഥം, എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ലഹരിക്ക് സമാനമായിട്ടുള്ള സ്വാദുകൾ വർദ്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുന്നത്, ദുർമേധസ്സിനെ വർദ്ധിപ്പിക്കുന്നത്, അതുപോലെയുള്ള ഭക്ഷണങ്ങൾ, എരിവ് അധികമുള്ളത്, പുളി അധികമുള്ളത്, ഇങ്ങനെയുള്ള തലത്തിലും അതിനെ വ്യാഖ്യാനിക്കാം. അത്തരത്തിലുള്ള ഭക്ഷണങ്ങളോട് പ്രിയമുള്ളവരായിരിക്കും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇവർക്ക് വിശ്വാസമുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരായിരിക്കും. എന്തും ചെയ്യാൻ മടിക്കാത്തവർ എന്ന് എടുത്ത് പറയാൻ കാരണം
ഈ ആസുരീയമായിട്ടുള്ള ഭാവങ്ങൾക്ക് മാത്രമേ എന്തും എന്ന വാക്ക് വരൂ. ദേവവിഭാഗത്തിൽപ്പെടുന്നവരെ സംബന്ധിച്ച് നീതിപൂർവമായ എന്തുമെന്നായിരിക്കും പറയുക. ആസുരികമായിട്ടുള്ള ഭാവത്തിൽ കയർന്നാൽ അവിടെ നീതിപൂർവമായ എന്തും എന്നില്ല. അവർ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, അവരുടെ കൂട്ടുകാരന് വേണ്ടി, അവരുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി, അവരുടെ പ്രണയ പങ്കാളിക്ക് വേണ്ടി അവരെന്തും ഏതറ്റം വരെയും പോയി ചെയ്യും. അത് ദൈവഗണങ്ങളിലേക്ക് വരുമ്പോൾ അവർ എന്തും എന്ന വാക്ക് ഉപയോഗിക്കത്തില്ല. നീതിക്ക് നിരക്കുന്നത് എന്തും ചെയ്യും. പക്ഷെ ഇവരങ്ങനല്ല. ഇവർ ഹൃദയം വരെ ചൂഴ്ന്നു കൊടുക്കും എന്ന് പറയുന്ന തലത്തിൽ തന്നെയാണ് നമ്മളതിനെ വ്യാഖ്യാനിക്കേണ്ടത്. അതുകൊണ്ടാണ് എന്തും ചെയ്യാൻ മടിക്കാത്തവരായിരുന്നു. അതുപോലെ തന്നെ കോപം, ദേവന്മാർക്കൊക്കെ കോപം വന്നാൽ അവരൊന്ന് ശപിക്കും. ശപിച്ച് കഴിഞ്ഞ് അയ്യോ അങ്ങനെയല്ല ഇങ്ങനെയല്ല സാഷ്ടാംഗം വേണം, നമ്മൾ കയ്യും കാലം പിടിക്കുമ്പോഴത്തേക്കും ഓക്കെ എല്ലാം റെഡി, ശരി, ഇന്ന കാരണം കൊണ്ട് നിങ്ങൾക്ക് ശാപമോക്ഷം ഉണ്ടാകും. ഇങ്ങനെയൊക്കെ അവരൊരു വളരെയേറെ ദേഷ്യപ്പെട്ടാൽ പോലും പിന്നീട് അവർ വളരെ വേഗത്തിൽ ശാന്തതയിലേക്ക് മടങ്ങും. പക്ഷേ ചതയ നക്ഷത്രത്തിനെ സംബന്ധിച്ച് ഇവർ കോപപ്പെട്ട് കഴിഞ്ഞാൽ, കോപത്തിന് അധീനരായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നക്കാരാണ്. പക്ഷെ ഇവർക്ക് പലപ്പോഴും ഇവർക്ക് തന്നെ വിനയാകാറുണ്ട്. കാരണം ഇവരുടെ കോപാധിക്യം കൊണ്ട് ഇവർക്ക് വിവിധ തരത്തിലുള്ള നേട്ടങ്ങളും വിവിധ തരത്തിലുള്ള ഗുണ അനുഭവങ്ങളും നഷ്ടപ്പെടാനിടയുണ്ട്. ഇവരുടെ അതിവൈകാരികമായിട്ടുള്ള പ്രതികരണ ശേഷി കൊണ്ട് പ്രബലന്മാരായിട്ടുള്ളവരുമായിട്ട് ഇവർക്ക് വിരോധം ഭവിക്കാറുണ്ട്. അതുവഴി ചില ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ധവിശ്വാസികളായിരിക്കില്ല. യുക്തിബോധത്തോടുകൂടെ കാര്യങ്ങളെ നോക്കിക്കാണുന്നവരും യുക്തിബോധത്തോടുകൂടെ കാര്യങ്ങളെ വിലയിരുത്തുന്നവരുമായിരിക്കും. എന്നാൽ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് വളരെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനങ്ങളൊന്നും ചെയ്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കില്ല. ഏതെങ്കിലും തരത്തിൽ അതിന് വീഴ്ച സംഭവിക്കും. വ്രതങ്ങൾ മുടക്കുന്ന ശീലം എന്ന് പറയുക. ഏതു തരത്തിലുള്ള വ്രതാനുഷ്ഠാനത്തിലൂടെ കടന്നു പോയാലും ആ വ്രതാനുഷ്ഠാനങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന നിഷ്കർഷിച്ചിരിക്കുന്ന നിയമ കാര്യങ്ങൾ പരിപൂർണമായിട്ട് പാലിച്ചുകൊണ്ട് ഇവർക്ക് പോകാൻ പലപ്പോഴും സാധിക്കാറില്ല. അതുപോലെ നിഷിദ്ധം എന്നിവർക്ക് വിധിച്ചിട്ടുള്ള പല കാര്യങ്ങളും എന്തുകൊണ്ട് നിഷിദ്ധമായി എന്ന് പറയുന്ന തരത്തിലുള്ള ആത്മപരിശോധന നടത്താറുണ്ട്. ഇവരെ ആത്മപരിശോധന നടത്തുന്നത് പലപ്പോഴും ഗുരു കാരണവന്മാരെ ചോദ്യം ചെയ്യുന്നതായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട്. അപ്പോൾ ഇവരുടെ ശരികളിലൂടെയാണ് ഇവർ സഞ്ചരിക്കുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഘടകം. പക്ഷേ അതിലും വേറൊരു കുഴപ്പമെന്ന് പറയുന്നത് ഇവരുടെ ശരികളിലൂടെ ഇവർ സഞ്ചരിക്കുന്നെങ്കിലും ഇവരുടെ ഉപദേശകരായിട്ട് ഇവരോടൊപ്പം കൂടുന്ന ചിലർ ഇവർക്ക് തെറ്റായിട്ടുള്ള ദിശാബോധം നൽകുന്നത് കൊണ്ട് തന്നെ അതിബുദ്ധിയുള്ള പൊന്മാൻ ആറ്റുതിട്ടയ്ക്ക് മുട്ടയിടുമെന്ന് പറയുന്നത് കണക്ക് ഇവരെടുക്കുന്ന ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അമ്പേ പരാജയമായി തീരാണ്ടേയുണ്ട്. അതായത് വിശേഷ ബുദ്ധിയുടെ പ്രയോഗം വേണ്ട സമയത്ത് ഉപയോഗിക്കാതിരിക്കുകയും മറ്റുള്ളവരുടെ വാക്കിനെ അമിത പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുക. അതല്ലെങ്കിൽ മറ്റുള്ളവരോടൊന്നും ആലോചിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്തു വയ്ക്കുക. അവസാനം അതൊരു വലിയ പുലിവാലാണ്. ഇതുവരത്തിൽ മുൻപും പിൻപും നോക്കാതെയുള്ള ദീർഘവീക്ഷണത്തിൻ്റെ കുറവ് കൊണ്ടും ഇവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ വൈകാരികതയാണ് ഇവരെ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുന്നത്. നിയന്ത്രിക്കാനാവാത്ത കോപം. സാധാരണഗതിയിൽ നമ്മൾ ആയുർവേദത്തിലോ അല്ലെങ്കിൽ അഷ്ടാംഗ ഹൃദയം പോലുള്ള ഗ്രന്ഥങ്ങളോ ഒക്കെ പരിശോധിക്കുമ്പോൾ പറയാറുണ്ട്, ഒരു മനുഷ്യൻ്റെ സ്വഭാവം അമിതമായിട്ടുള്ള കോപം, അമിതമായിട്ടുള്ള ദേഷ്യം ഇവയൊക്കെ രൂപപ്പെടുന്നതിൽ പ്രധാന ഘടകം കഴിക്കുന്ന ഭക്ഷണത്തിനുണ്ട്. അപ്പം അത്തരത്തിൽ പറഞ്ഞാൽ ഇവരുടെ കൗമാരകാലത്താണെങ്കിൽ പോലും മാംസപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ എരിവ് പുളി അധികമുള്ള ഭക്ഷണങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്കുണ്ടാകുന്ന ഒരു അതിവൈകാരികമായിട്ടുള്ള രക്തത്തിളപ്പ്, അതിൻ്റെ പുറത്ത് ഇവർക്ക് ഏർപ്പെടുന്ന വന്നുഭവിക്കുന്ന കാര്യങ്ങൾ ചെറുതല്ല. അതുപോലെ തന്നെ ഇവർ വളരെ ബുദ്ധിമാന്മാരായിട്ടും ബുദ്ധിമതികളുമായിട്ടാണ് പൊതുവെ പറയാറുള്ളത്. പക്ഷേ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് പ്രണയ വിഷയങ്ങളിൽ ഇവരെ സംബന്ധിച്ച് ഇവരുടെ തെരഞ്ഞെടുപ്പുകൾ പലപ്പോഴും വിജയിക്കാറില്ല. ഇവർ A to Z എല്ലാം പരിശോധിച്ചിട്ടും എല്ലാം ജനന സർട്ടിഫിക്കറ്റ് മുതൽ പാസ്പോർട്ട് വരെ പരിശോധിച്ചിട്ടാണ് ഇവർ പ്രണയത്തിന് എൻട്രി കൊടുക്കുന്നത്. പക്ഷെ അവിടെയും അവരുടെ കണ്ണിൽപ്പെടാതെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ന്യൂനത അവശേഷിക്കുവാനും
ആ ന്യൂനത തിരിച്ചറിഞ്ഞ് വരുമ്പോഴേക്കും ഇവരുടെ പ്രണയമെല്ലാം അതിഥിയായിട്ട് വന്നയാളെ കൈക്കലാക്കിക്കൊണ്ട് പോകുവാൻ ഇടയുണ്ട്. പിന്നീട് ഇവർക്കത് തിരിച്ചെടുക്കാനും പറ്റത്തില്ല. ഇവർ പ്രതീക്ഷിക്കുന്ന ലെവൽ ആത്മാർത്ഥത കിട്ടത്തുമില്ല. ചുരുക്കം പറഞ്ഞാൽ ഇവരുടെ മനസ്സിൽ ആജീവനാന്തം അതൊരു നഷ്ടബോധമായിട്ട് കിടക്കുവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഗണവിശേഷങ്ങൾ പറയുമ്പോൾ ഇപ്പം ആസുരികമായിട്ടുള്ള ഗണമാണ്, അസുരഗണമാണെന്ന് പറഞ്ഞാൽ എത്രയോ അസുരന്മാർ ദേവന്മാരെ ഭരിച്ച് പ്രത്യക്ഷപ്പെടുത്തി വരങ്ങളൊക്കെ വാങ്ങിച്ച കഥകൾ എത്രത്തോളം ഐതിഹ്യങ്ങളിലുണ്ട്. എന്ന് പറഞ്ഞവർ ഈശ്വരഭക്തരൊക്കെ ആയിരിക്കും. ഈശ്വരൻ്റെ ഭക്തിക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ഈശ്വര വിശ്വാസികളാണ്, ഈശ്വര ഭക്തരാണ്. ഇവരോട് എന്തെങ്കിലും കാര്യം ഈശ്വരനോട് പറഞ്ഞ് സഹായിച്ചു കൊടുത്തതിൽ അത്യാവശ്യം ഈശ്വരനെ ചെറിയ ചെറിയ പള്ളു പറയാനും പഠിക്കില്ല. ഈശ്വരനായാലും ഈശ്വരിയായാലും ഇവർ പറയുന്ന കാര്യങ്ങളിൽ അവരൊരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്ന് ഇവർക്ക് തോന്നിയാൽ, ഭഗവാനല്ല ഭഗവതി ആണെങ്കിലും അതൊന്നും അതൊന്നും കാര്യമൊന്നുമില്ല, ചുമ്മാ നമ്മൾ പറയുന്നൊന്നും കേൾക്കത്തില്ല, ഇങ്ങനെയാണോ ദേവന്മാർ എന്നൊക്കെ ഇങ്ങനെ വിമർശിക്കാനും മടിക്കില്ല. അപ്പോൾ ഇവരുടേതായിട്ടുള്ള നേട്ടങ്ങളെയും ലക്ഷ്യങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും പലയിടത്തും ഇവർക്ക് ദീർഘവീക്ഷണ ബുദ്ധി കുറയുന്നു എന്നുള്ളതാണ് ഈ ഒരു ഗണവിഷയത്തിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാകുന്നത്. അതിവൈകാരികത കൊണ്ട് അസുരന്മാർ അങ്ങനെയാണല്ലോ, ആളും തരവും സ്ഥാനവും കാലവും ഒന്നും അറിയാതെ യുദ്ധത്തിനിറങ്ങി പുറപ്പെടും. യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടവർ യുദ്ധം ദേവന്മാരെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുമാതിരിപ്പെട്ട ദേവന്മാരൊക്കെ പരാജയപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു അവതാരം വന്ന് അവരെ ഇല്ലാതാക്കും. അസുരന്മാർ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വാങ്ങിച്ചിരിക്കുന്ന വരങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അഷ്ടദശ പുരാണങ്ങൾ പഠിച്ചാൽ നമ്മൾ തന്നെ സ്തംഭിച്ചിരുന്നു. വിവിധ തരത്തിലുള്ള വരങ്ങളാണ് അസുരന്മാർ മേടിച്ചിരിക്കുന്നത് മരണം ഉണ്ടാവാതിരിക്കാൻ. അതിനെല്ലാം ഓരോരോ പരിഹാരങ്ങൾ ദേവന്മാർ ഉണ്ടാക്കിയിട്ടുമുണ്ട്. കാരണം ഭൂമിയിലും ആകാശത്തും വെച്ച് കൊല്ലരുതെന്ന് വരം മേടിക്കുന്ന ഒരു അസുരനെ സമുദ്രത്തിൽ തുടയിൽ, അതായത് നരസിംഹമൂർത്തിയുടെ അല്ലെങ്കിൽ സമുദ്രത്തിൽ തുടയിൽ വെച്ച്, ഭൂമിയിലുമല്ല ആകാശത്തിലുമല്ല, തുടയിൽ വെച്ച് കൊല്ലുന്ന തരത്തിലേക്ക് പോലും അവതാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് നരസിംഹമൂർത്തിയാണെങ്കിലും വാമനമൂർത്തിയാണെങ്കിലും വരാഹമൂർത്തിയാണെങ്കിലും ഓരോരോ അവതാരങ്ങൾ, അത് മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 10 അവതാരങ്ങളും മഹാവിഷ്ണുവിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തതല്ല. അസുരന്മാരുടെ ശല്യത്തിൽ നിന്നും അസുരന്മാരുടെ അഹന്തയിൽ നിന്നും ഭൂമിയെയും ലോകത്തെയും രക്ഷിക്കാൻ വേണ്ടി എടുത്തതാണെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ വരങ്ങൾ മേടിച്ചിരിക്കുന്ന അസുരന്മാർ ചില്ലറക്കാരൊന്നുമില്ല, അവരൊക്കെ വളരെ ബുദ്ധിപരമായിട്ട് തന്നെയാണ് വരങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്. ഈ വരങ്ങൾ ദേവന്മാർ അസുരന്മാർക്ക് കൊടുക്കാൻ എന്താ കാരണം? അവരുടെ ഉറച്ച ഉത്തമ ഭക്തി കൊണ്ടാണ്. അപ്പോൾ ഭക്തിയുടെ തലത്തിലും ബുദ്ധിയുടെ തലത്തിലും അസുര ഗണത്തിൽപ്പെടുന്നവർ മോശക്കാരെന്നുമല്ല, പ്രത്യേകിച്ച് അധനക്ഷത്ര ജാതര്. അവരെ സംബന്ധിച്ച് അവർ ബുദ്ധിയുടെ കാര്യത്തിലും അറിവിൻ്റെ കാര്യത്തിലുമൊക്കെ വളരെയേറെ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. പക്ഷെ ഇവരുടെ ഏറ്റവും വലിയ കുഴപ്പം അമിത കോപം, പെട്ടെന്നുള്ള കോപം. പെട്ടെന്ന് എന്തെങ്കിലും കണ്ടാൽ അവരത് അതിനോട് പ്രതികരിക്കുക, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ പെട്ടെന്ന് വിശ്വസിക്കുക. ഇങ്ങനെയൊക്കെയുള്ളൊരു തലത്തിലായിരിക്കും ഇവരെ സംബന്ധിച്ച് ഇവരുടെ ദോഷഫലങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ഒരു ദൗർബല്യങ്ങൾ എന്ന് പറഞ്ഞെടുത്ത് ചൂണ്ടിക്കാട്ടുവാൻ പറ്റുന്നത്. അത്തരത്തിലുള്ള ദൗർബല്യങ്ങളെ ഒരു പരിധിവരെ ഒഴിവാക്കിക്കൊണ്ടൊരു മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇവരെ പോലെ ശുദ്ധന്മാരും നിഷ്കളങ്കരും വേറെയില്ല. പക്ഷേ ഗണസ്വഭാവം എവിടെയും കാട്ടുമെന്ന് പറയുന്നത് പോലെ ഗണസ്വഭാവത്തിൻ്റെ സ്വാധീനം ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് ചില്ലറ നഷ്ടങ്ങളല്ല വരുത്തി വച്ചിരിക്കുന്നതെന്നും നമുക്ക് വിശദമായിട്ട് പരിശോധിച്ചാൽ കാണാം. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.